നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ഏജന്റിനെ ഇറാൻ തൂക്കിലേറ്റി. മൊസാദ് അടക്കമുള്ള വിദേശ ഇന്റലിജൻസ് ഏജൻസികളുമായി പ്രവർത്തിച്ചു വന്നിരുന്ന ആളെയാണ് തൂക്കിലേറ്റിയതെന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ INRNA റിപ്പോർട്ട് ചെയ്തു. തെക്ക് കിഴക്കൻ പ്രവിശ്യയായ സിസ്താനിന്റെയും ബലൂചിസ്ഥാന്റെയും തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സഹേദാൻ ജയിലിലാണ് വധശിക്ഷ നടപ്പാക്കിയത്. ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ വ്യക്തി മൊസാദുമായി ആശയവിനിമയം നടത്തിയെന്നും രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് മൊസാദിനടക്കം നൽകിയെന്നും INRA റിപ്പോർട്ടിൽ പറയുന്നു. 2022 ഏപ്രിലിൽ ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. മൊസാദുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു നടപടി. ഇതിൽ ഉൾപ്പെട്ടയാളെയാണോ തൂക്കിലേറ്റിയതെന്ന് വ്യക്തമല്ല. വർഷങ്ങളായി ഇറാനും ഇസ്രായേലും ചാരവൃത്തി ആരോപിച്ച് പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ ബദ്ധശത്രുവായാണ് ഇറാനെ ഇസ്രായേൽ കണക്കാക്കുന്നത്. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നതിനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ പലതവണ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ആണവായുധം സംബന്ധിച്ച് ഇസ്രായേലിന്റെ ആരോപണം ഇറാൻ തള്ളുകയാണ് ചെയ്തത്. 2020 ചാരവൃത്തി ആരോപിച്ച് ഇറാൻ ഒരാളെ വധിച്ചിരുന്നു. ഇറാനിയൻ ജനറലിനെ കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പങ്കുവച്ചെന്നാരോപിച്ചായിരുന്നു നടപടി. ഇറാഖിൽ അമേരിക്ക നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇദ്ദേഹം പിന്നീട് കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ഇസ്രായേലിനെ അംഗീകരിക്കാത്ത ഇറാൻ ഇസ്രായേൽ വിരുദ്ധ സംഘടനകളായ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും അകമഴിഞ്ഞ പിന്തുണ നൽകുന്നുണ്ട്. ഹമാസിന്റെ ഉന്മൂലനം ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിനിടയിലാണ് ഇറാൻ മൊസാദിന്റെ ചാരനെ വധിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. അതേസമയം കപ്പലുകൾക്ക് നേരെയുള്ള ഹുത്തി ആക്രമണത്തെ തുടർന്ന് ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം ഷിപ്പിംഗ് കമ്പനികൾ നിർത്തിവെച്ചതിന് പിന്നാലെ അന്താരാഷ്ട്ര എണ്ണ വിപണിയെ ബാധിക്കുമെന്ന് ഇത് ആശങ്കയായി. ആഗോളതലത്തിൽ 4-1 കപ്പലുകളും പ്രവർത്തിപ്പിക്കുന്ന ഡാനിഷ് ചരക്ക് ഭീമന്മാരായ മേഴ്സക്കും ജർമ്മൻ ഷിപ്പിംഗ് കമ്പനിയായ ഹപാക് ലോയിഡുമാണ് ചെങ്കടലിലൂടെയുള്ള യാത്രകൾ താൽക്കാലികമായി നിർത്തിവെച്ചത്. ചെങ്കടലിലെ ആക്രമണങ്ങൾ വിപണിയിലും പ്രതിഫലിക്കുന്നുണ്ടെന്നും ക്രൂഡ് ഓയിലിന്റെ വില കഴിഞ്ഞ ദിവസം അവസാനിച്ചത് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടിയ നിരക്കിലാണെന്നും എനർജി ഇൻഫർമേഷൻ കമ്പനിയായ എനർജി ഇന്റലിജൻസിലെ അനലിസ്റ്റ് കോൽബി കൊനാലി പറഞ്ഞു. കഴിഞ്ഞ വാരം ഇസ്രായേൽ തുറമുഖത്തേക്ക് പോകുകയായിരുന്ന നോർവീജിയൻ കപ്പലിനെതിരെ ഹുത്തികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. ഒക്ടോബർ 7 ശേഷം ബാബ് അൽ മന്തബ് കടലിടുക്കിൽപ്പെട്ട് 8 കപ്പലുകളെയെങ്കിലും ഹുത്തികൾ ആക്രമിച്ചിരുന്നു. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ കടൽമാർഗം എണ്ണ കടത്തുന്ന സുപ്രധാന പാതയാണ് ബാബ് അൽ മന്തബ്. നേരത്തെ ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ഗാലക്സി ലീഡർ എന്ന കപ്പൽ ഹുത്തികൾ പിടിച്ചടക്കുകയും പിന്നീട് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഗസയിലേക്ക് മരുന്നുകളും ഭക്ഷണവും ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം ലഭിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഹുത്തികളുടെ മുന്നറിയിപ്പ്. നിലവിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായാൽ കാർഗോകൾ ആഫ്രിക്കയിലേക്ക് വഴിതിരിച്ചുവിടുമെന്നും വില വർദ്ധിപ്പിക്കുവാൻ സമ്മർദ്ദമുണ്ടാകുമെന്നും അറ്റ്ലാന്റിക് കൗൺസിലിന്റെ ഗ്ലോബൽ എനർജി സെന്റർ ഉദ്യോഗസ്ഥർ പോൾ സലിവൻ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ സംശയമാണ്. എന്നാൽ പ്രദേശത്തെ സാഹചര്യം രൂക്ഷമായാൽ എന്തും സംഭവിക്കാം. സ്ഥിതി മോശമായാൽ എല്ലാ കാർഗോകളും ആഫ്രിക്കയിലേക്ക് വഴിതിരിച്ചുവിടും. ഇത് എണ്ണയും LNGയും ഉൾപ്പെടെയുള്ള വിവിധ കരാറുകൾ പുനഃക്രമീകരിക്കാൻ കാരണമാകും. വില വർദ്ധിപ്പിക്കുവാൻ സമ്മർദ്ദമുണ്ടാകുമെന്ന് സലിവൻ പറഞ്ഞു. നന്ദി, നമസ്കാരം.